നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് അക്കൗണ്ടൻസിയുടെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ലെഡ്ജർ എങ്ങനെ തയ്യാറാക്കാം. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെഡ്ജർ തയ്യാറാക്കുക. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആയാലും നിങ്ങൾക്ക് പല ലെഡ്ജറുകൾ തയ്യാറാക്കേണ്ടി വരും. അപ്പോഴെല്ലാം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ലെഡ്ജർ തയ്യാറാക്കുന്നതിനുള്ള ചെറിയ ഷോർട്ട് കട്ട്സും ഒന്ന് രണ്ട് പ്രോബ്ലംസും അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ലെഡ്ജർ തയ്യാറാക്കേണ്ടതെന്ന്. അതിനു മുമ്പായിട്ട് എന്താണ് ലെഡ്ജർ എന്ന് നമുക്ക് നോക്കാം. ഒരു ലെഡ്ജർ എന്ന് പറയുന്നത് ജേണൽ എൻട്രി തയ്യാറാക്കിയതിന് ശേഷം തയ്യാറാക്കുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിൽ നമ്മൾ ജേണലിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് മാറ്റുകയാണ്. അതിന് പറയുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ് എന്ന്. അപ്പോൾ നമ്മുടെ ഒരു ലെഡ്ജറിൽ ജേണൽ എൻട്രി ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അപ്പോൾ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ബുക്കാണ്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ജേണലും, സെക്കൻഡ് ബുക്ക് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറുമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഉള്ള വിവരങ്ങളെല്ലാം നമ്മൾ രേഖപ്പെടുത്തിയതിന് ശേഷം ഇതിൻ്റെ ടോട്ടൽ ചെയ്ത് ബാലൻസ് കണ്ടെത്തും. ആ ലെഡ്ജറിന്റെ ബാലൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ സ്ഥാപനത്തിന് ലാഭമാണോ നഷ്ടമാണോ എന്നറിയുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും, പിന്നെ സ്ഥാപനത്തിന്റെ അവസ്ഥ നല്ലതാണോ എന്നറിയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നത് ഓരോ ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ബാലൻസുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ലെഡ്ജർ എന്ന് പറയുന്നത് സെക്കൻഡ് ബുക്ക് ഓഫ് എൻട്രി ആണ്. പ്രധാനമായിട്ടും രണ്ട് തരം ക്ലാസിഫിക്കേഷൻ ആണ് ലെഡ്ജറിനുള്ളത്. താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്നതും പെർമനന്റ് ആയിട്ട് തയ്യാറാക്കുന്നതും. ടെമ്പററി ലെഡ്ജറും പെർമനന്റ് ലെഡ്ജറും ഉണ്ട്. പെർമനന്റ് ലെഡ്ജർ എന്ന് പറയുന്നത് അതിന് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഉണ്ടായിരിക്കും. ഒരു ബിസിനസിന്റെ തുടക്കം മുതൽ അവസാനം വരെ തയ്യാറാക്കുന്ന ലെഡ്ജറാണ് പെർമനന്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലെഡ്ജർ, സെയിൽസിന്റെ ലെഡ്ജർ, സ്റ്റോക്കിന്റെ ലെഡ്ജർ, അങ്ങനെയുള്ള കുറേ ലെഡ്ജറുകളുണ്ട്. ഇവയെല്ലാം തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ തയ്യാറാക്കുന്നതായതുകൊണ്ട് പെർമനന്റ് ലെഡ്ജർ എന്ന് പറയാം. ടെമ്പററി ലെഡ്ജർ എന്നായിക്കോട്ടെ. എന്താണ് ടെമ്പററി ലെഡ്ജർ? താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മാത്രം, ഓപ്പണിംഗും ക്ലോസിംഗ് ബാലൻസും ഇല്ലാതെ താൽക്കാലികമായ ആവശ്യത്തിന് മാത്രം തയ്യാറാക്കുന്ന ലെഡ്ജറാണ് ടെമ്പററി ലെഡ്ജർ. അപ്പോൾ ഓരോ വർഷം അതിന്റെ അവസാനം ആകുമ്പോഴേക്കും ഇതിന്റെ ടോട്ടലുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രേഡിംഗ് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് പതിവ്. ഇതിന്റെ ബാലൻസുകൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഓരോ പ്രോബ്ലംസും ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അത് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി എത്ര തരം ലെഡ്ജർ ഉണ്ടെന്ന് നോക്കാം. ബോട്ട് ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള ലെഡ്ജർ, സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള സെയിൽസ് ലെഡ്ജർ, കോമൺ പർപ്പസിന് ഉപയോഗിക്കുന്ന ജനറൽ ലെഡ്ജർ, പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൈവറ്റ് ലെഡ്ജർ, വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള. എന്താണ് ബോട്ട് ലെഡ്ജർ അല്ലെങ്കിൽ ക്രെഡിറ്റ് ലെഡ്ജർ എന്നും ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഫ്രം ഹൂം ദ ഗുഡ്സ് ഹാവ് ബീൻ അക്വയർഡ്. ആരിൽ നിന്നൊക്കെയാണ് സാധനം വാങ്ങിച്ചത്, പ്രോഡക്ട്സ് വാങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇത് പർച്ചേസ് ലെഡ്ജറാണ്. ഈ അക്കൗണ്ടിനകത്ത് പ്രോഡക്റ്റ് ആരിൽ നിന്നൊക്കെ വാങ്ങി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. സെയിൽസ് ലെഡ്ജർ ആയിക്കോട്ടെ, അതിൽ ആർക്കൊക്കെയാണ് പ്രോഡക്റ്റ് വിറ്റത് എന്നുള്ളത് അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് ജനറൽ ലെഡ്ജർ ആണ്. പൊതുവായിട്ട് റിസീവബിൾസ് ലെഡ്ജർ, ഇൻവെന്ററി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്, മിഷനറി അക്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ലെഡ്ജറിലായിക്കോട്ടെ, അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള രീതിയിലുള്ള അക്കൗണ്ടുകളെ നമ്മൾ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടുകളെ നമ്മൾ പ്രൈവറ്റ് ലെഡ്ജർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ്, ഈ പേരുകളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെഡ്ജർ തയ്യാറാക്കുന്നത്. പ്രധാനമായിട്ടും ഇത് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണം കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സ്ഥാപനത്തിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. കാരണം ഇതിൻ്റെ അവസാനമുള്ള ബാലൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സാക്ട് പൊസിഷൻ ഓഫ് ആൻ അക്കൗണ്ട്, ബിസിനസിന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ ഒരു കറക്റ്റ് അവസ്ഥ എന്താണ്, എത്രയാണ് സെയിൽസ് കൂടുതലാണോ പർച്ചേസ് കൂടുതലാണോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയാനും പറ്റും എന്നുള്ളതാണ്.
പിന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത് ലെഡ്ജർ തയ്യാറാക്കുന്നത് കൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണക്കാക്കാൻ പറ്റുന്നത് ലെഡ്ജർ തയ്യാറാക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സമയം സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പം നമ്മളത് തയ്യാറാക്കുന്നത് കൊണ്ട് എല്ലാ ട്രാൻസാക്ഷൻസും വീണ്ടും ഒന്നേന്ന് നോക്കി അതിൽ നിന്ന് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തേണ്ട കാര്യമില്ല. ഈ ലെഡ്ജറുകളുടെ ബാലൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി ലാഭമാണോ നഷ്ടമാണോ എന്നും, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി അസറ്റ് ലയബിലിറ്റിയുടെയും ക്യാപിറ്റലിന്റെയും തുകയ്ക്ക് തുല്യമാണോ എന്നുള്ളതും നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ഇമ്പരേറ്റീവ് എന്നാണ്. പൊതുവെ ഇതിനകത്ത് കുറെ എറേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സ് ഒഴിവാക്കി കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ അവസ്ഥ കണ്ടെത്തുന്നതിന് ലെഡ്ജറുകൾ സഹായിക്കും. കാരണം അത് കഴിഞ്ഞ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നു. അതിലൂടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്, ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഇവിടെ ഡെബിറ്റ് സൈഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഇടത് സൈഡിനെ ഡെബിറ്റ് സൈഡ് എന്നും വലത് സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടി ഫോമാണ് കണ്ടോ, ഒരു ടി ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലെഡ്ജർ തയ്യാറാക്കുന്നത് ഒരു ടി ഫോമിലാണ്. ഇതിന്റെ ഇടത് സൈഡ് കണ്ടോ, ഇത്രയും ഭാഗം ഡേറ്റ് മുതൽ എമൗണ്ട് വരെയുള്ള ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, ഡെബിറ്റ് സൈഡ് എന്നും, ഈ ഡേറ്റ് മുതൽ എമൗണ്ട് വരെയുള്ള ഈ ഭാഗത്തിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്, കാരണം അത് രണ്ടും തയ്യാറാക്കിയിരിക്കുന്നത് ഡെബിറ്റ് ക്രെഡിറ്റ് റൂളുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിനൊരു അക്കൗണ്ട് ടൈറ്റിൽ ഉണ്ടായിരിക്കും. ക്യാഷ് അക്കൗണ്ട് എന്നോ ക്യാപിറ്റൽ അക്കൗണ്ടോ എന്നുള്ള പേരിൽ പല അക്കൗണ്ടുകൾക്കുമുള്ള പേരുകൾ നമ്മളിവിടെ ഓരോ അക്കൗണ്ടിനും പ്രത്യേകം പ്രത്യേകം എഴുതി തയ്യാറാക്കും. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്, മറക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ അക്കൗണ്ടിന്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും. അക്കൗണ്ടിന്റെ പേര്, ക്യാഷ് അക്കൗണ്ട് എന്നോ ക്യാപിറ്റൽ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, രവി, ശശി, അങ്ങനെ പല പേരുകളിലെ അക്കൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ഇടത് സൈഡ് ഡെബിറ്റും വലത് സൈഡ് ക്രെഡിറ്റുമാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ എന്നാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നുള്ളത് ജേണൽ എൻട്രി എന്ന് എഴുതുമ്പോൾ ആ ഇയറും മന്തും ഡേറ്റും കറക്റ്റായിട്ട് എഴുതുന്നതിന് വേണ്ടി ഡേറ്റ് കോളം രണ്ട് സൈഡിലും ഉണ്ട്. അതോടൊപ്പം തന്നെ പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, അവിടെ നമ്മൾ ആ അക്കൗണ്ടിന്റെ ആസ്പെക്റ്റുകൾ എഴുതി ചേർക്കും. ഒരിക്കലും ഒരു ലെഡ്ജറിനകത്ത് ആ അക്കൗണ്ടിന്റെ പേര് വരത്തില്ല. ക്യാഷ് അക്കൗണ്ടിനകത്ത് ഒരിക്കലും ക്യാഷ് എന്ന് പറയുന്ന ഒരു വാക്ക് വരത്തില്ല. ജേണൽ ഫോളിയോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ജേണലിനും ഓരോ നമ്പർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് ഉണ്ടായിരിക്കും. അതായിരിക്കും നമ്മൾ, ഡേറ്റ് അല്ല നമ്പർ ആയിരിക്കും ഇവിടെ നോട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എമൗണ്ടും നമ്മൾ ഡെബിറ്റിന്റെ എമൗണ്ട് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റിന്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും എഴുതാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു പ്രോബ്ലം നമുക്ക് ജേണൽ എൻട്രി തയ്യാറാക്കി അതിൽ നിന്ന് ലെഡ്ജർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. എന്തായിരിക്കും ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക്. എന്തായിരിക്കും എൻട്രി? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഗുൽമോഹർ ഫാഷൻ ഹൗസ്. എന്തായിരിക്കും എൻട്രി? പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ദ ക്രെഡിറ്റേഴ്സ് നെയിം ഗുൽമോഹർ ഫാഷൻ ഹൗസ്. പർച്ചേസ് ഓഫീസ് മെഷീൻ പെയ്ഡ് ബൈ ചെക്ക്. ഓഫീസ് മെഷീൻ വാങ്ങിച്ചു, ചെക്ക് കൊടുത്തു. അപ്പോൾ ഓഫീസ് മെഷീൻ കൂടുന്നു, ഡെബിറ്റ് ചെയ്യും. ഓഫീസ് മെഷീൻ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, ചെക്ക് കൊടുത്തുകൊണ്ട് ബാങ്ക്. റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് നൽകി ചെക്കിലൂടെ, അപ്പോൾ റെന്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, മോഹിത് ബ്രോ ആണ് വാങ്ങിച്ചത്, മോഹിത് ബ്രോസ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ക്യാഷ് സെയിൽസിന്റെ എൻട്രി അറിയാമല്ലോ, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ക്യാഷ് പെയ്ഡ് ടു ഗുൽമോഹർ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗുൽമോഹറിന്റെ എമൗണ്ട് കുറയുന്നു, ക്രെഡിറ്റേഴ്സ് എമൗണ്ട് കുറയുന്നു. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. റിസീവ്ഡ് എ ചെക്ക് ഫ്രം മോഹിത് ബ്രോസ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹിത് ബ്രോസ്. സാലറി പെയ്ഡ് ഇൻ ക്യാഷ്, സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. അപ്പോൾ ഇങ്ങനെയുള്ള എൻട്രീസ് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ എൻട്രികളെല്ലാം നമുക്കിനി ലെഡ്ജറിലേക്ക് തയ്യാറാക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ പൊതുവേ നമ്മൾ ജേണൽ എൻട്രി ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര ലെഡ്ജറാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ മിക്ക ട്രാൻസാക്ഷനുകളിലും ക്യാഷ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ബാങ്ക് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ ഒറ്റ ക്യാഷ് അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ എണ്ണുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ, അപ്പോൾ ഒരു ക്യാഷ് അക്കൗണ്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പോൾ രണ്ട് അക്കൗണ്ടായി. ഇവിടെ ക്യാഷ് നേരത്തെ ഉണ്ട് അല്ലേ, നേരത്തെ ഞാൻ എണ്ണി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാങ്ക് ആണ് തയ്യാറാക്കേണ്ടത്, അപ്പോൾ മൂന്നാമത്തത് ബാങ്ക് അക്കൗണ്ട്.
പർച്ചേസ് 4ാമത്തെ അക്കൗണ്ട്, ഗുൽമോഹർ 5ാമത്തെ അക്കൗണ്ട്, ഓഫീസ് മെഷീൻ 6ാമത്തെ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് നേരത്തെ തയ്യാറാക്കി. റെന്റ് 7ാമത്തെ അക്കൗണ്ട്, ബാങ്ക് നേരത്തെ ഉണ്ട്. മോഹിത് 8ാമത്തെ അക്കൗണ്ട്, സെയിൽസ് 9ാമത്തെ അക്കൗണ്ട്. അടുത്തുള്ള എൻട്രികൾ നോക്കാം. ക്യാഷിന്റെയും സെയിൽസിന്റെ അക്കൗണ്ട് നേരത്തെ ഉണ്ട്. 9ാമത്തെ അക്കൗണ്ടായിരുന്നു സെയിൽസ്. ഗുൽമോഹറിന്റെ അക്കൗണ്ട് നേരത്തെ ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. മോഹിത് ബ്രോസ് നേരത്തെ ഉണ്ട്. സാലറി 10ാമത്തെ അക്കൗണ്ട്, ക്യാഷ് നേരത്തെ തന്നെ തയ്യാറാക്കി. ഇങ്ങനെ ആദ്യം ഒന്ന് എണ്ണി നോക്കിയിട്ട് ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരയ്ക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ജേണലിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. നോക്കിയേ, ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫോർമാറ്റ് ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് നോക്കിയിരിക്കുക. ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, ഡേറ്റ്, പർട്ടിക്കുലർ JF എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലർ JF എമൗണ്ട്. എൻട്രി എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. അതാണോ ഇവിടെ ക്യാപിറ്റൽ അത് എൻട്രി ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം. ഒരു അക്കൗണ്ടിന്റെ ഒരു ആസ്പെക്ട് അതിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ടെങ്കിൽ മറ്റേ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക. രണ്ട് വ്യത്യസ്ത സൈഡുകളിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതി, കാരണം ഡെബിറ്റ് ചെയ്യാണ്, കൂടുന്നത് കൊണ്ട് ഡെബിറ്റ് ചെയ്യാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. കാരണം എന്താണ്? കണ്ടോ, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ആ എൻട്രി നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിനെ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അങ്ങനെ 2 സൈഡും ബാലൻസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. നേരെ മറിച്ച് ഇപ്പുറത്ത് ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിലോ അത് എറർ ആയിരിക്കും. എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്, എറർ ആയിരിക്കും. നമുക്ക് തെറ്റായ ടോട്ടലായിരിക്കും കിട്ടുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും അടുത്ത അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും വേണം എഴുതാൻ. അടുത്ത എൻട്രി എന്താണ്? ബാങ്ക് ടു ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. നോക്കിയേ, ക്യാഷ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണല്ലേ. ക്യാഷ് അക്കൗണ്ടിൽ ബാങ്ക് എഴുതി 80,000. ബാങ്ക് അക്കൗണ്ടിലാണെങ്കിലോ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്, ബാങ്കിൽ ഡെബിറ്റും ക്യാഷിൽ ക്രെഡിറ്റും ആയിരുന്നു. അപ്പോൾ ബാങ്കിൽ ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റ് സൈഡ് കാണിച്ചു 80,000. ക്യാഷിലാണെങ്കിലോ ക്രെഡിറ്റ് സൈഡ് കാണിച്ചു. കണ്ടോ, ക്രെഡിറ്റ് സൈഡിലാണ് അത് കാണിച്ചിരിക്കുന്നത് 80,000. പർച്ചേസ് ടു ഗുൽമോഹർ, പർച്ചേസ് അക്കൗണ്ട് ടു ഗുൽമോഹർ. പുതിയ 2 അക്കൗണ്ടുകളാണ്. പർച്ചേസ് അക്കൗണ്ടിൽ ടു ഗുൽമോഹർ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു 30,000. അടുത്ത് ഗുൽമോഹറിന്റെ അക്കൗണ്ടിലാണെങ്കിലോ ഗുൽമോഹർ അക്കൗണ്ടിൽ ബൈ പർച്ചേസ് 30,000. ഡേറ്റുകൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു പോകുന്നത് കറക്റ്റ് ആണോ എന്നുള്ള ഡേറ്റ് കൂടെ ഒന്ന് നോക്കി പോവുക. അടുത്ത 3ാമത്തെ എൻട്രി എന്താ? ഓഫീസ് മെഷീൻ അക്കൗണ്ട് ടു ബാങ്ക്. ഓഫീസ് മെഷീൻ അക്കൗണ്ട് ടു ബാങ്ക്. ഇപ്പോൾ ഇവിടെ കണ്ടോ, മെഷീൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അത് കൊടുത്തിട്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ബാങ്കിൽ നിന്ന് എമൗണ്ട് പോയിട്ടാണ്, ചെക്കായിട്ടാണ് അത് വാങ്ങിയിരിക്കുന്നത്. അടുത്ത് മെഷീൻ അക്കൗണ്ട് എവിടെ? മെഷീൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലും മെഷീൻ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് സൈഡിലും കാണിച്ചു. അടുത്ത എൻട്രി എന്താണ്? റെന്റ് ടു ബാങ്ക്. ബാങ്ക് വഴി, ചെക്ക് വഴി നമ്മൾ എന്ത് ചെയ്തു? റെന്റ് കൊടുത്തു. വീണ്ടും അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, റെന്റ് 5,000. ഇനി റെന്റ് അക്കൗണ്ട് നോക്കി, റെന്റ് അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്തു, റെന്റ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്തു. എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റൂള്. ലാസ്റ്റ് എൻട്രി എന്താണ്? മോഹിത് ബ്രോസ് അക്കൗണ്ട് ടു സെയിൽസ്. മോഹിത് ബ്രോസ് അക്കൗണ്ട് ടു സെയിൽസ്. മോഹിത് ബ്രോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. 10,000 രൂപ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെയിൽസ് അക്കൗണ്ടിൽ ബൈ മോഹിത് ബ്രോസ്. മോഹിത് ബ്രോസിൽ അത് ഡെബിറ്റ് ആയിരുന്നു, സെയിൽസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്താണ്? ക്യാഷ് ടു സെയിൽസ്. ക്യാഷ് ടു സെയിൽസ് നോക്കിയേ,
ക്യാഷ് അക്കൗണ്ടിൽ ടു സെയിൽസ് 15,000 നമ്മൾ എഴുതി. ഇനി സെയിൽസ് അക്കൗണ്ടിൽ എന്തെന്ന് എഴുതണം? ബൈ ക്യാഷ് എന്ന് എഴുതണം. കണ്ടോ, ബൈ ക്യാഷ് 15,000. നമ്മൾ കറക്റ്റായിട്ട് അതൊക്കെ എൻട്രി ചെയ്ത് പോയാൽ ഒരു തെറ്റും വരത്തില്ല. രണ്ട് സൈഡിലും എൻട്രി ചെയ്യാൻ മാർക്ക് ചെയ്തു. രണ്ട് ആസ്പെക്റ്റിന് എടുത്തിട്ട് രണ്ട് സൈഡിൽ എൻട്രി ചെയ്യുക. അടുത്ത് ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ടന്റ് ടു ക്യാഷ്. ഗുൽമോഹർ ഫാഷൻ ഹൗസ് അക്കൗണ്ടന്റ് ടു ക്യാഷ്. കണ്ടോ, 30,000. ഇനി ക്യാഷ് അക്കൗണ്ടിലാണെങ്കിലോ ബൈ ഗുൽമോഹർ. ഗുൽമോഹറിൽ അത് ഡെബിറ്റ് ആയിരുന്നു, ക്യാഷ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആണ്. ബാങ്ക് അക്കൗണ്ട് ടു മോഹിത് ബ്രോസ്. ബാങ്ക് അക്കൗണ്ട് അയാൾ ചെക്ക് കിട്ടി. പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം മോഹിത് ബ്രോ. ഫുൾ സെറ്റിൽമെന്റ് ആയിരുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ടു മോഹിത് ബ്രോ. കണ്ടോ, ബാങ്ക് അക്കൗണ്ട് ടു ഡെറ്റർ. ഡെബിറ്റ് സൈഡില് മോഹിത് ബ്രോ 10,000. അടുത്ത് മോഹിത് ബ്രോയുടെ അക്കൗണ്ടിലാണെങ്കിലോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 10,000. ഇവിടെ ബൈ ക്യാഷ് എന്നല്ല, ബൈ ബാങ്ക് എന്നാണ് എഴുതേണ്ടത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ബൈ ബാങ്ക് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അവസാനത്തെ എൻട്രി എന്താണ്? സാലറി ടു ക്യാഷ്. സാലറി ടു ക്യാഷ്. ക്യാഷിൽ കണ്ടോ, ഡെബിറ്റ് സൈഡിലല്ല ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. 6,000 രൂപ. ഇനി സാലറി അക്കൗണ്ട് നോക്കിയേ. സാലറി അക്കൗണ്ടിൽ ടു ക്യാഷ്. സാലറി അക്കൗണ്ട് ടു ക്യാഷ്. ഡെബിറ്റ് സൈഡിൽ 6,000. കൂട്ടുകാരെ, ഇങ്ങനെ നമ്മൾ ഓരോ ജേണൽ എൻട്രിയെയും രണ്ട് ലെഡ്ജർ അക്കൗണ്ടിന്റെ രണ്ട് വ്യത്യസ്ത സൈഡുകളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് ലെഡ്ജർ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസിനെ നമ്മൾ രണ്ട് സൈഡിലും എഴുതി രേഖപ്പെടുത്തിയ ശേഷം അതിൻ്റെ തുക കണ്ടെത്തി മിച്ചമുള്ളത് ബാലൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ലെഡ്ജർ തയ്യാറാക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൂടെ കണ്ടിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഞാൻ ട്രാൻസാക്ഷൻസ് ഒന്നും വായിക്കുന്നില്ല, അതിൻ്റെ ജേണൽ എൻട്രി നോക്കി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. നോക്കിയേ, ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ 1,20,000. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് എഴുതി? ബൈ ക്യാഷ് 1,20,000. അടുത്ത എൻട്രി എന്താണ്? അടുത്ത എൻട്രി ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. അപ്പോൾ ക്യാഷിൽ ബൈ ബാങ്ക് 40,000. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. ബാങ്കിലാണെങ്കിലോ ടു ക്യാഷ് 40,000. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നാലാമത്തെ എൻട്രി നോക്കിയേ, കാർട്ടേജ് ടു ക്യാഷ്. കാർട്ടേജ് ടു ക്യാഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കാർട്ടേജ് 500. അതുപോലെ തന്നെ അത് ക്യാഷ് അക്കൗണ്ടാണ്. കാർട്ടേജ് അക്കൗണ്ടിൽ എന്ത് ചെയ്തും? ക്യാഷ് 500 എന്ന് എഴുതും. അടുത്ത എൻട്രി നോക്കിയേ, ഇവിടെ ഞാനൊരു എൻട്രി വിട്ടിട്ട് പോയി. പർച്ചേസ് ടു ക്യാഷ്. പർച്ചേസ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് 12,000 എഴുതി. പർച്ചേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അവിടെ നമ്മൾ ക്യാഷ് 12,000 എഴുതി. അടുത്ത എൻട്രി എന്താ? ലാറ ഇന്ത്യ ടു സെയിൽസ് 25,000. ലാറ ഇന്ത്യ ടു സെയിൽസ്. അപ്പോൾ ലാറ ഇന്ത്യയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അവിടെ നമ്മൾ ടു സെയിൽസ് എഴുതി. എന്നിട്ട് 25,000 രേഖപ്പെടുത്തി. അടുത്തിനി എന്താ വേണ്ടത്? സെയിൽസ് അക്കൗണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തും? ലാറ ഇന്ത്യ എന്ന് എഴുതി ആ എമൗണ്ട് രേഖപ്പെടുത്തി. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാൽ ക്യാഷ് ടു ലാറ ഇന്ത്യ. ക്യാഷ് ടു ലാറ ഇന്ത്യ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 10,000 കാണിച്ചു. ഇനി ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് 10,000 കാണിച്ചു. ഇങ്ങനെ ഓരോ എൻട്രി നമ്മൾ നോക്കി രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സെയിൽസ് റിട്ടേൺ ടു ലാറ ഇന്ത്യ. ലാറ ഇന്ത്യയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 3,000 രൂപ സെയിൽസ് റിട്ടേണും, അടുത്ത സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 3,000 രൂപ ലാറ ഇന്ത്യ എന്നും എഴുതുക. അടുത്ത ട്രേഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ട്രേഡ് എക്സ്പെൻസ് ടു ക്യാഷ്. അപ്പോൾ ഇവിടെ
ക്രെഡിറ്റ് സൈഡിൽ ട്രേഡ് എക്സ്പെൻസ് 700 എഴുതി. അതോടൊപ്പം തന്നെ ട്രേഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ 700 എഴുതി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക, രണ്ട് സൈഡ്, ഡെബിറ്റ് സൈഡിൽ 1, ക്രെഡിറ്റ് സൈഡിൽ 1. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. പർച്ചേസ് അക്കൗണ്ട് ടു ട്രോനം. അപ്പോൾ നമ്മുടെ പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, അവിടെ ടു ട്രോനം 32,000 എഴുതി. ഇനി ട്രോനം അക്കൗണ്ട് നോക്കാം, അവിടെ ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 32,000 എഴുതി. ഇനിയുള്ളത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ലോറ ഇന്ത്യ. ലോറയുടെ കയ്യിൽ നിന്ന് ചെക്ക് കിട്ടി, ഫുൾ സെറ്റിൽമെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ടും കിട്ടി. അപ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് 500 കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു കോമ്പൗണ്ട് ജേണൽ എൻട്രി ആണ്. ബാങ്കിൽ വന്ന തുക 11,500 കാണിച്ചിട്ടുണ്ട്. 12,000 രൂപയായിരുന്നു യഥാർത്ഥ ടോട്ടൽ എമൗണ്ട്. അതിൽ 500 രൂപ ഡിസ്കൗണ്ടും 11,500 രൂപ ബാങ്കിലേക്ക് വന്നതായിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കുക, ഇങ്ങനെയുള്ള എൻട്രികളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ലോറ ഇന്ത്യ 11,500, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ലോറ ഇന്ത്യ 500. ഓർത്തിരിക്കുക. ആദ്യം ബാങ്ക് അക്കൗണ്ടിൽ ലോറ ഇന്ത്യ 11,500, അടുത്ത ലോറ ഇന്ത്യ അക്കൗണ്ടിൽ ബൈ ബാങ്ക് 11,500. അതോടൊപ്പം തന്നെ ഡിസ്കൗണ്ടിന്റെ എൻട്രി, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ലോറ ഇന്ത്യയുടെ ആ 500 ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് അക്കൗണ്ടോടെ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ ലോറ ഇന്ത്യ ഡെബിറ്റ് 500. ഓർത്തിരിക്കുക, എൻട്രിയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞു. അടുത്ത ഈ ഒരു എൻട്രി ട്രോനം ടു പർച്ചേസ് റിട്ടേൺ 1,500. അപ്പോൾ ട്രോണത്തിൻ്റെ അക്കൗണ്ട് അവിടെ പർച്ചേസ് റിട്ടേൺ 1,500. അടുത്ത പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിലാണെങ്കിലോ ബൈ ട്രോനം 1,500. സ്റ്റേഷനറി ടു ക്യാഷ്, അപ്പോൾ ഇവിടെ ബൈ സ്റ്റേഷനറി 1,200. സ്റ്റേഷനറി അക്കൗണ്ടിലാണെങ്കിലോ ക്യാഷ് 1,200 ഡെബിറ്റ് ആണ്. അടുത്ത എൻട്രി നോക്കിയാൽ ട്രോനം ടു ബാങ്ക് 20,000. ബാങ്ക് അക്കൗണ്ടിൽ ട്രോനം ബൈ ട്രോനം 20,000. ട്രോനത്തിൻ്റെ അക്കൗണ്ടിലാണെങ്കിലോ ടു ബാങ്ക് 20,000. അടുത്ത റെന്റ് ടു ബാങ്ക്, റെന്റ് ചെക്കായിട്ട് കൊടുത്തു. റെന്റ് കൊടുത്തത് ചെക്കിലൂടെയാണ് 4,000. ഇപ്പോൾ ബാങ്കിൽ ബൈ റെന്റ് 4,000 രൂപ. നമുക്ക് റെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ റെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് എൻട്രി ചെയ്യുന്നത് നോക്കാം. റെന്റ് അക്കൗണ്ടിൽ അത് ഇവിടെ 4,000 രൂപ ബാങ്കായിട്ട് കാണിച്ചിട്ടുണ്ട്. 4,000 രൂപ എന്തായിട്ട് കാണിച്ചിട്ടുണ്ട്? ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് 4,000 രൂപ. അടുത്തതുപോലെ തന്നെ എൻട്രീസ് നോക്കി, ബാക്കിയുള്ള എൻട്രി നോക്കാം നമുക്ക്. ഡ്രോയിങ്സ് ടു ക്യാഷ് നോക്കി. ക്യാഷ് അക്കൗണ്ടിൽ ഡ്രോയിങ്സ് 1,000 രൂപ. അതോടൊപ്പം തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഉണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ക്യാഷ്, അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 10,000 രൂപ. ക്യാഷ് ടു സെയിൽസ് ആണ് ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നുണ്ട് സെയിൽസ് 12,000 രൂപ. അതോടൊപ്പം തന്നെ സെയിൽസിൽ ബൈ ക്യാഷ് 12,000 രൂപ. ഇനി ഏതൊക്കെയാണ് ട്രാൻസാക്ഷൻ ഉള്ളത് നോക്കി. രൂപക് ട്രേഡേഴ്സ് ടു സെയിൽസ്, ലാസ്റ്റ് ട്രാൻസാക്ഷൻ 11,000 രൂപ. അപ്പോൾ സെയിൽസിൽ രൂപക് ട്രേഡേഴ്സ് 11,000 രൂപ, കാരണം അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇനി രൂപക് ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ട്, അവിടെ ഡെബിറ്റ് സൈഡിൽ സെയിൽസ് 11,000 രൂപ. കൂട്ടുകാരെ, ഇങ്ങനെ ഓരോ എൻട്രിയും നമ്മൾ രണ്ട് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിൽ രേഖപ്പെടുത്തി പോകുമ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ലെഡ്ജർ തയ്യാറാക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ഓരോ ലെഡ്ജറിൻ്റെയും ടോട്ടൽ കണ്ടെത്തി അതിൻ്റെ ബാലൻസ് തുക
മാറ്റി വെച്ച് നമ്മൾ പ്രോഫിറ്റ് ആണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ കണ്ടെത്തും. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണോ മോശമാണോ എന്നുള്ളത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആണോ എന്നുള്ളത് കണ്ടെത്തും. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ലെഡ്ജറിൻ്റെ പ്രിപ്പറേഷൻ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എങ്കിൽ മാത്രം വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പഠിത്തമാകത്തില്ല. പഠിക്കുക പൂർണ്ണമായിട്ട് ആവുന്നത് നിങ്ങൾ കൂടെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.